KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥിത്വത്തിന് കരുത്തു പകരണമെന്ന് SSF പ്രൊഫ് സമ്മിറ്റിന് ഉജ്ജ്വല സമാപനം. PC ജോർജിനെ അയോഗ്യനാക്കിയ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തു. PC ജോർജിന് MLA ആയി തുടരാം. 3 പേരെ കൊലപ്പെടുത്തിയ കരടിയെ കൊല്ലാൻ 100 വെടിയുണ്ട, ആയുധസജ്ജരായി 10 ജവാന്മാർ. ഹരിത ട്രിബ്യൂണലിൽ അടക്കുന്ന തുക പിഴയല്ല, നഷ്ടപരിഹാരം ശ്രീ രവിശങ്കർ. IS വിഷയത്തിൽ സഭയിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. മഹല്ല് നന്മയിലേക്ക് എന്ന ശീർഷകത്തിൽ SMA മേഖലാ സമ്മേളനങ്ങൾ അടുത്ത മാസം. വാർത്തകൾ വിശദമായി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം PC ജോർജിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ നടപടി ഹൈക്കോടതി അസാധുവാക്കി. രാജി സമർപ്പിച്ച ശേഷം കൂറുമാറ്റ നിരോധന പ്രകാരം നടപടി സ്വീകരിച്ചത് നിയമാനുസൃതമല്ലെന്ന് കോടതി പറഞ്ഞു. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ PC ജോർജിന് തൽക്കാലം MLA ആയി തുടരാം. അയോഗ്യനാക്കും മുമ്പ് രാജിവെച്ച PC ജോർജിന്റെ നടപടിയുടെ യുക്തിയാണ് കോടതി പരിശോധിച്ചത്. രാജി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന ചോദ്യവും കോടതി ഉയർത്തി. ആ ചോദ്യത്തിന് യുക്തിപരമായ മറുപടി ഉണ്ടാകാത്തതിനാൽ PC ജോർജിനെ അയോഗ്യനാക്കിയ നടപടി ജസ്റ്റിസ് V ചിദംബരേഷ് റദ്ദാക്കി. ഇനി വേണമെങ്കിൽ രാജിയടക്കമുള്ള കാര്യങ്ങളിൽ PC ജോർജിന്റെ അഭിപ്രായം കൂടി കേട്ട് സ്പീക്കർക്ക് കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടി തുടരാം. തുടർന്ന് ഉചിതമായ ഉത്തരവും പുറപ്പെടുവിക്കാം. ഒപ്പും സീലുമില്ലാത്ത സ്പീക്കറുടെ ഉത്തരവിലുമുണ്ട് കോടതിക്ക് അതൃപ്തി. എന്നാൽ ഇതിന്മേൽ പരാമർശങ്ങളൊന്നുമുണ്ടായില്ല. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ PC ജോർജിന് സാങ്കേതികമായി MLA ആയി തുടരാം. ഏതായാലും കേരള നിയമസഭാ സ്പീക്കർക്ക് ഈ ഗതികേടുണ്ടായതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ആ ശപ്പൻ വിളിക്ക് അർഹൻ സ്പീക്കറേക്കാൾ കൂടുതൽ നിയമസഭാ സെക്രട്ടറിക്കും ഉമ്മൻചാണ്ടിക്കുവാ. അയാൾ നുണ തന്നെയാണ് സത്യവിരുദ്ധമായി സ്പീക്കറുടെ മുമ്പിൽ പറഞ്ഞത്. സ്പീക്കർക്ക് പറയാം ഇയാൾ പറയുന്ന നുണയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി പറയുന്നതിനപ്പുറത്ത് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് നിയമവിരുദ്ധമായി സത്യവിരുദ്ധമായി ചെയ്തു. സ്പീക്കറുടെ ഉത്തരവ് റദ്ദാവുകയും രാജിക്കത്ത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് PC ജോർജിന് MLA ആയി തുടരാൻ അവസരമൊരുങ്ങുന്നത്. എന്നാൽ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് PC ജോർജിനെതിരെ സ്പീക്കറെ സമീപിച്ച തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. എന്തായാലും ജഡ്ജിമെന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, ശേഷം കിട്ടിയാൽ ഞാൻ പറയാം. എന്തായാലും അതിന്മേൽ ഞാൻ അപ്പീൽ പോകും. സ്പീക്കറുടെ തീരുമാനത്തിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ തോമസ് ഉണ്ണിയാടന്റെ വാദം. സ്പീക്കറുടെ ഉത്തരവിന് ആധാരമായ ഫയലുകൾ വിളിച്ചുവരുത്തി പരിശോധിച്ച കോടതി ഈ വാദം തള്ളുകയായിരുന്നു. IS വിഷയത്തിൽ സഭയിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. IS വിഷയത്തിൽ രാജ്യസഭയിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് രംഗത്ത് വന്നു. തന്റെ പ്രസംഗത്തിന്റെ CD ഉയർത്തി കാണിച്ചാണ് സഭയിൽ പ്രതിപക്ഷ വിമർശനത്തെ നേരിട്ടത്. BJP അംഗങ്ങൾ മുറിയിൽ ചെന്ന് CD ശ്രദ്ധിച്ചു കേൾക്കണമെന്നും തന്റെ സംസാരത്തെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്നും ഗുലാം നബി പറഞ്ഞു. വിഷയത്തിൽ ഗുലാം നബി മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്ന് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. ജമിയത്ത് ഉലമായ ഹിന്ദ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഗുലാം നബി ISനെയും RSSനെയും സാമ്യപ്പെടുത്തി സംസാരിച്ചത്. IS പോലുള്ള തീവ്രവാദ സംഘടനകളെ എതിർക്കുന്നതുപോലെ RSSനെയും എതിർക്കണം. ISS ഇസ്ലാമിൽ നിന്നും എത്ര തെറ്റായ കാര്യമാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് RSSും. ഇങ്ങനെയായിരുന്നു ആസാദ് പറഞ്ഞത്. താരതമ്യ പ്രസ്താവന വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ ഭൗതിക പാപ്പരത്തമാണെന്നും IS പോലുള്ള മൌലികവാദ സംഘടനകളെ അഭിമുഖീകരിക്കാനുള്ള കോൺഗ്രസിന്റെ കഴിവില്ലായ്മയാണ് ഇതെന്നും RSS ഇതേക്കുറിച്ച് പ്രതികരിച്ചു. ഗുലാം നബിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP നേതാവ് മുഖ്താർ അബ്ബാസ് നഖ്വിയും പറഞ്ഞിരുന്നു. നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം RSS പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്യമതങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ISനേക്കാൾ ഭീഷണിയായി സമകാലിക ലോകത്ത് മറ്റൊന്നുമില്ലെന്നും മറ്റു സംഘടനകളെ ഇതുമായി താരതമ്യപ്പെടുത്തുന്നത് മര്യാദയാണോ എന്നുമായിരുന്നു ഇതു സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്. KMIC ന്യൂസിനു വേണ്ടി കരീം മേലംകുളം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നായകൻ ഷാഹിദ് അഫ്രീദിക്ക് വക്കീൽ നോട്ടീസ്. 2020 ലോകകപ്പിനെത്തി ഇന്ത്യയെ പുകഴ്ത്തി സംസാരിച്ചതിന് ലാഹോറിലെ ഒരു പ്രാദേശിക അഭിഭാഷകനാണ് നോട്ടീസ് അയച്ചത്. ഇന്ത്യയെ പുകഴ്ത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നും അഫ്രീദി മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്.
ഇന്ത്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ആശങ്കയില്ലെന്നും ഇവിടെ കളിക്കുന്നത് ആസ്വാദികരമാണെന്നും ഇന്ത്യയിലെ ആരാധകർ വളരെ സ്നേഹമുള്ളവരാണെന്നുമാണ് പാക് നായകൻ ഇന്ത്യയിലെത്തിയപ്പോൾ പ്രതികരിച്ചത്. താരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുൻ നായകനായ ജാവേദ് മിയാന്താദ്, മുൻ താരം മൊഹ്സിൻ ഖാൻ എന്നിവരും രംഗത്തെത്തിയിരുന്നു. 100 വെടിക്ക് ഒരു കരടി, പെൺകരടിയെ കൊല്ലാൻ 100 വെടിയുണ്ട, ആയുധസജ്ജരായ 10 ജവാന്മാർ. ഛത്തീഗഡിലെ മഹാസ്പൂർ ജില്ലയിലാണ് നാടിനെ വിറപ്പിച്ച കരടിയെ കൊല്ലാൻ ഇത്രയും സന്നാഹങ്ങൾ വേണ്ടിവന്നത്. 2 ഗ്രാമീണരും പോലീസുകാരനും ഉൾപ്പെടെ 3 പേരെയാണ് കരടി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. 16 റൌണ്ടുകളിലായി 100 തവണയാണ് കരടിക്ക് നേരെ വെടിയുതിർത്തത്. ശനിയാഴ്ചയായിരുന്നു 2 ഗ്രാമീണരെ കരടി കൊലപ്പെടുത്തിയത്. വനത്തിൽ പൂക്കൾ ശേഖരിക്കാൻ പോയ ആദിവാസികളാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഗ്രാമീണർ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കരടിയെ പിടികൂടുന്നതിനിടയിൽ ഒരു പോലീസുകാരനും കൊല്ലപ്പെടുകയായിരുന്നു. കരടിയുടെ ആക്രമണത്തിൽ പോലീസുകാരൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചെന്നും ഇതിനെ വെടിവെച്ചു കൊല്ലാതെ യാതൊരു വഴിയുമില്ലെന്നായിരുന്നു മറ്റൊരു പോലീസുകാരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. കാലിന് 5 അടി നീളമുള്ള കരടിക്ക് 140 കിലോ ഭാരവുമുണ്ട്. ദേശീയ ഹരിത ട്രിബ്യൂണലിൽ അടക്കുന്ന തുക പിഴയല്ല, നഷ്ടപരിഹാരമാണെന്ന ജീവനകലയുടെ ആചാര്യൻ ശ്രീ രവിശങ്കർ. തുക നൽകുന്നത് പിഴയായിട്ടല്ല, യമുനാ നദിയുടെ വികസനത്തിനു വേണ്ടിയാണെന്ന് എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. പിഴ അടയ്ക്കേണ്ട കാര്യവുമില്ല, കാരണം ഞാൻ പരിസ്ഥിതിക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്നും രവിശങ്കർ പറഞ്ഞു. യമുനാ തീരത്ത് ലോക സാംസ്കാരിക മഹോത്സവം നടത്തിയത് വഴി പരിസ്ഥിതിക്ക് ദോഷമുണ്ടായെന്ന വിമർശത്തിൽ 5 കോടി രൂപ പിഴ അടക്കാൻ ശ്രീ രവിശങ്കറിനോട് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. നേരത്തെ ട്രിബ്യൂണലിന്റെ വിധിയെ വെല്ലുവിളിച്ച് താൻ ജയിലിൽ പോയാലും പിഴ അടക്കില്ലെന്ന് രവിശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് 25 ലക്ഷം ആദ്യം നൽകാമെന്നും 3 ആഴ്ചകളായി ബാക്കി തുക അടക്കാമെന്നും സമ്മതിക്കുകയായിരുന്നു. യമുനാ നദീ തീരത്ത് നടത്തിയ പരിപാടിയുടെ പേരിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന വിമർശനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തിരഞ്ഞെടുക്കാതിരുന്നത് വലുപ്പക്കുറവ് കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സാമൂഹിക പ്രതിബദ്ധതയും മൂല്യവിചാരങ്ങളുമുള്ള വിദ്യാർത്ഥിത്വത്തിന്റെ ഉയർപ്പിന് ആഹ്വാനം ചെയ്ത് SSF പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം. ക്യാമ്പസുകളിൽ വർദ്ധിച്ചുവരുന്ന മൂല്യച്യുതികളോട് പ്രതികരിക്കാനും നന്മയുടെ പക്ഷം ചേരാനും പ്രതിജ്ഞയെടുത്താണ് 3 ദിനങ്ങളിലായി വാടാനപ്പള്ളി മദാർ ക്യാമ്പസിൽ നടന്ന പ്രൊഫ് സമ്മിറ്റിന് തിരശ്ശീല വീണത്. പ്രൊഫഷണൽ വിദ്യാഭ്യാസം ധനസമ്പാദനത്തിനുള്ള മാർഗമായി കാണുന്നതിനു പകരം സാമൂഹിക സേവനത്തിന് ലഭിച്ച അവസരമായി ഉപയോഗിക്കണമെന്ന് സമ്മേളനം വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു.
രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ ജനാധിപത്യപരമായി ചെറുത്തുതോൽപ്പിക്കാനുള്ള ദൈക്ഷണിക കരുത്ത് ക്യാമ്പസുകൾ ആർജിക്കണമെന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നെത്തിയ 2000-ഓളം വിദ്യാർത്ഥികൾ സമ്മേളന നഗരിയോട് വിട ചൊല്ലിയത്. സയ്യിദ് ഫസൽ തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഖുർആൻ വെളിച്ചം, പ്രയാണം, ആത്മീയാനന്ദം, കർമ്മശാസ്ത്ര സരണികൾ, ആറാം ഇന്ദ്രിയം, ക്യാമ്പസ് സംവാദം, ഇസ്ലാം ലളിതം, ഫാഷിസം തീവ്രവാദം സെമിനാർ, മതസംവാദം, വ്യക്തിവിശുദ്ധി, പ്രബോധകന്റെ പാതയം, പ്രവാചകാനുരാഗം, സാമൂഹിക ബന്ധം, നിങ്ങളെ കണ്ടെത്തുക, സ്വർഗവഴി, ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്നീ ശീർഷകങ്ങളിൽ നടന്ന സെഷനുകൾ തുറന്ന ചർച്ചയുടെയും ആശയ സംവാദങ്ങളുടെയും പുതിയ അനുഭവ തലങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. പ്രമുഖ പണ്ഡിതന്മാരുടെയും ദൈക്ഷണിക വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ സമ്പന്നമായിരുന്നു പ്രൊഫ് സമ്മിറ്റിന്റെ 3 ദിനങ്ങൾ. സമാപന ദിനമായ ഇന്നലെ സയ്യിദ് VPA തങ്ങൾ ആട്ടീരി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, KC അമീർ ഹസൻ, K അബ്ദുൽ കലാം, M അബ്ദുൽ മജീദ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും വിദ്യാർത്ഥികളുടെ ധാർമ്മിക നിലവാരവും പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളിയെന്ന് SYS സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി അഭിപ്രായപ്പെട്ടു. പ്രൊഫ് സമ്മിറ്റിൽ ആത്മദർശനം സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തോട് ഉത്തരവാദിത്വമില്ലാത്തവരും അക്കാദമിക് നിലവാരം കുറഞ്ഞവരുമായ പ്രൊഫഷണലുകൾ രാജ്യത്തെ പിന്നോട്ടടിപ്പിക്കുകയുള്ളൂവെന്നും ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. K സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃനിരയിലും ദീനി വിജ്ഞാന സേവന രംഗത്തും ദീർഘകാലം പ്രവർത്തിച്ച പണ്ഡിതവര്യർ മർഹൂം C അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ 14ാമത് അനുസ്മരണ പരിപാടികൾ പ്രമുഖ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും നേതൃത്വത്തിൽ ഈ മാസം 18-ന് വെള്ളിയാഴ്ച പന്നൂരിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ സിയാറത്ത്, പ്രഭാഷണം, സ്കോളർഷിപ്പ് വിതരണം, ഖത്മുൽ ഖുർആൻ, അനുസ്മരണ പ്രഭാഷണം, ദിക്ർ, സ്വലാത്ത്, ദുആ മജ്ലിസ് തുടങ്ങിയവ നടക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സയ്യിദ് അവലദ് കുഞ്ഞുമോൻ തങ്ങൾ, PG തങ്ങൾ മദനി പന്നൂർ, C മുഹമ്മദ് ഫൈസി, TK അബ്ദുറഹ്മാൻ ബാഖവി, VM ഉമർ മാസ്റ്റർ MLA, അഡ്വക്കേറ്റ് PTA റഹീം MLA, വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി, N അലി അബ്ദുള്ള, മജീദ് കക്കാട്, VPM ഫൈസി വില്യാപ്പള്ളി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. മഹല്ല് നന്മയിലേക്ക് എന്ന പ്രമേയത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA അടുത്ത മാസം മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 9 മുതൽ 23 വരെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും മേഖലാ സമ്മേളനങ്ങൾ നടക്കും. കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേർന്ന SMA ജില്ലാ മേഖലാ ജനറൽ സെക്രട്ടറിമാരുടെ സംയുക്ത യോഗം മേഖലാ സമ്മേളനങ്ങൾക്ക് അന്തിമ രൂപം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷറഫുദ്ദീൻ ജമലുൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. VM കോയ മാസ്റ്റർ, പ്രൊഫസർ KMA റഹീം, E യക്കൂബ് ഫൈസി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, AKC മുഹമ്മദ് ഫൈസി, ചെറുവരി മുഹമ്മദ് സഖാഫി, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ ആലമ്പാടി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ഈ മാസം 4-ന് നടന്ന മദ്രസാ ദിനത്തിൽ ശേഖരിച്ച ഫണ്ട് മേഖലാ സമ്മേളനങ്ങളിൽ വെച്ച് മഹല്ല് സ്ഥാപന ഭാരവാഹികളിൽ നിന്ന് സംസ്ഥാന നേതാക്കൾ നേരിൽ ഏറ്റുവാങ്ങും. ഹാപ്പി ഫാമിലി പ്രോഗ്രാം, ഈ മഹല്ല്, മസ്ജിദ് എംപ്ലോയീസ് സർവീസ് രജിസ്റ്റർ തുടങ്ങിയ പദ്ധതികളുടെ വിശദീകരണവും മേഖലാ സമ്മേളനങ്ങളിൽ നടക്കും. സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ സ്കോളർഷിപ്പിന് അർഹരായവർക്കുള്ള സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും സമ്മേളനത്തിൽ വിതരണം ചെയ്യും. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ള മദ്രസകൾക്ക് ഏപ്രിൽ 1 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ മധ്യവേനൽ അവധി നൽകാവുന്നതാണെന്ന് വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചതായി വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ നിന്ന് അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കുതിപ്പുകൾ ലക്ഷ്യമിട്ട് മൊഗ്രാൽ പുത്തൂരിൽ SSF ആരംഭിച്ച വിസ്ഡം ഹബ്ബ് LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KA നവാസ് ലോഞ്ചിംഗ് ചെയ്ത് നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ തൊഴിൽ മാർഗനിർദ്ദേശങ്ങളും സഹായ സംരംഭങ്ങളുമായി വിസ്ഡം ഹബ്ബുകൾ നാടിന്റെ വികസന വിപ്ലവത്തിന് അരങ്ങൊരുക്കും. ഉപരിപഠന രംഗത്ത് രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ പഠനാവസരമൊരുക്കുക, സർക്കാർ ഇതര സംഘടനകൾ നൽകുന്ന ഗ്രാന്റുകൾ, സ്കോളർഷിപ്പുകൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരം നൽകുക, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള തൊഴിലവസരങ്ങൾ അറിയിക്കുക, പഠന തൊഴിൽ മേഖലകളിൽ അപേക്ഷകൾ നൽകാനുള്ള സൌകര്യമൊരുക്കുക, പരീക്ഷാ സംബന്ധ മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് വിസ്ഡം ഹബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചത്. പരിപാടിയിൽ സെക്ടർ പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് സഖാഫിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഫക്രുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സ്വാദിഖ് മാസ്റ്റർ ആവള ഹബ്ബ് പ്രവർത്തനങ്ങൾ പ്രഖ്യാപനം നടത്തി. ഡിവിഷൻ സെക്രട്ടറി ഷംസീർ സൈനി, മർക്കസുൽ മൈമൻ സെക്രട്ടറി സയ്യിദ് സയദി, തസ്ലീം കുന്നിൽ, ലത്തീഫ് മദൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥിത്വത്തിന് കരുത്തു പകരണമെന്ന് SSF പ്രൊഫ് സമ്മിറ്റിന് ഉജ്ജ്വല സമാപനം. PC ജോർജിനെ അയോഗ്യനാക്കിയ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തു. PC ജോർജിന് MLA ആയി തുടരാം. മഹല്ല് നന്മയിലേക്ക് എന്ന ശീർഷകത്തിൽ SMA മേഖലാ സമ്മേളനങ്ങൾ അടുത്ത മാസം. ഹരിത ട്രിബ്യൂണലിൽ അടക്കുന്ന തുക പിഴയല്ല, നഷ്ടപരിഹാരം ശ്രീ രവിശങ്കർ. 3 പേരെ കൊലപ്പെടുത്തിയ കരടിയെ കൊല്ലാൻ 100 വെടിയുണ്ട, ആയുധസജ്ജരായി 10 ജവാന്മാർ. IS വിഷയത്തിൽ സഭയിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.